ബൈക്ക് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാണ് ഓട്ടോറിക്ഷ വിളിച്ചതെന്ന് പ്രതി അഫാനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഏകദേശം 3:30 മണിക്ക് പ്രതി പേരുമല ജംഗ്ഷനിലെത്തി ഓട്ടോറിക്ഷ വിളിച്ചതായും ഡ്രൈവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഒരു 6-9 ആയി കാണും. 9 പറഞ്ഞ് ചേട്ടാ ഒരു ഓട്ടം പോകണം, അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു, വീട്ടിൻ്റെ അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. അവിടെ നിന്ന് വണ്ടി കയറ്റി ഞാൻ ചോദിച്ചു എന്താ വണ്ടി എന്താ എടുക്കാത്തെന്ന് വെച്ചാൽ പ്ലഗ് കംപ്ലൈൻറ്റ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് കയറ്റി അങ്ങോട്ട് മണലൂക്കി ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി പുതിയ വണ്ടിയല്ലേ, വാറൻറ്റി ഉള്ളതല്ലേ, അപ്പോൾ നീ ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ച നിനക്ക് വണ്ടിക്ക് വാറൻറ്റി ഒന്നും കിട്ടും, അത് കുഴപ്പമില്ല ഏട്ടാ, എനിക്ക് അത്യാവശ്യമാണ്, ഒന്ന് റെഡിയാക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചന്തേര അവിടെയാണ് വർക്ക്ഷോപ്പ്. അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞ് എന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് എൻറിച്ച് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ബാർബർ ഷോപ്പാണ്, അപ്പോൾ പൊളിച്ചിട്ടേക്കാണ്, അപ്പോൾ അങ്ങോട്ട് തന്നെ ഒന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആക്കി വണ്ടിക്കൂലി വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് ഞാൻ ഇനി പേരുമല വന്നപ്പോഴാണ് എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു സാറ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ചോദിച്ചാൽ ഈ പുള്ളി അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം, അഫാൻ എന്നാണ് പേരിലുള്ള ഇതാര നമ്പറാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അവൻ്റെ ഉമ്മാരെ നമ്പറാണ്. അപ്പോൾ പറഞ്ഞ് ഇവന് വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഞാൻ ഇല്ല കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കും. ഞാൻ പറഞ്ഞില്ല ലഹരിയാണുണ്ട്, അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇവൻ ഇവിടെ വന്ന് പിച്ചുമ്പേക്ക് പറഞ്ഞ് ഉമ്മയ്ക്ക് വിഷം കൊടുത്ത് സഹോദരന് വിഷം കൊടുത്ത് അവൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവൻ ചുമ്മാ പറയണമായിരിക്കും, അതായത് ഞാൻ ഫോൺ കൊണ്ടൊന്ന് കൊടുക്കാം, അവൻ്റെ ഉമ്മാരെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ വീട്ടിൽ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സാറിന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ച് കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ 2 സാറന്മാരുണ്ടായിരുന്നു. ഓൾറെഡി അവിടെ 2 പോലീസ് അപ്പോൾ വന്നായിരുന്നു. 3:15 സമയത്ത് ഇവൻ്റെ അനിയനും കൂടെ ഇവിടെ വന്നായിരുന്നു, ഓട്ടോ സ്റ്റാൻഡിൽ വന്നായിരുന്നു. ഈ കൊച്ച് അവൻ്റെ അനിയനും അവനൂടെ വന്നിട്ട് വെഞ്ഞാറൊട്ടി പോട്ടം പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് കിടന്ന സീനിയാരിറ്റി കിടന്ന വേറൊരു വണ്ടിയാണ്. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ആ വണ്ടി ഈ വണ്ടി സീനിയാരിറ്റി. അപ്പോൾ ഞാൻ കൊച്ചൊറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങളിത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു, വെഞ്ഞാറ്റി ആക്കി കൊടുത്തായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പുറത്തൊരു സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോയിൽ അപ്പുറത്തോട്ട് നിൽക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അനിയൻ പയ്യനെയും കയറ്റി നേരെ വെഞ്ഞാറമൂട് സിന്ധിട്ടിയേട്ടന് നേരെയുള്ള സഹർമന്തി ഉണ്ടല്ലോ, സഹർമന്തി അവിടെ ആക്കി കൊടുത്ത് അവിടെ നിന്ന് വണ്ടിക്കൂലി വാങ്ങിച്ചു. തിരിച്ചെന്നൊരു വണ്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ആക്കി കൊടുത്തതേ ഉള്ളൂ, പുള്ളി അവിടെ അനിയൻ പയ്യനെ അവിടെ ആക്കി കൊടുത്തേ ഉള്ളൂ. ഇവ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. പുള്ളി വന്ന സമയത്തും ആ ഡ്രസ്സ് തന്നെ ഇട്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ 3 മണി സമയത്തും ഇതേ ഡ്രസ്സായിരുന്നു തോന്നുന്നു. വിയർത്തിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതൊന്നും അറിയാൻ വയ്യ. ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, സാധാ കുത്തണക്ക് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു മദ്യത്തിൻ്റെ സ്മെല്ല് ചെറുതായിട്ടെങ്കിലും തോന്നി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ല, കൊച്ചു അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല, ആൾ സൈലൻ്റാണ്, ചിരിക്കേ ഉള്ളൂ. നമ്മളിവിടെ വണ്ടി കയറിയാലും ചിരിക്കേ ഉള്ളൂ. രാവിലെയൊക്കെ ചില സ്കൂൾ ഓട്ടം കൊണ്ടാക്കണം ഞാനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അവിടെ ആക്കി തന്നാന്ന് പറഞ്ഞാൽ ആക്കി തന്നു, ആക്കി കൊടുത്ത് പൈസ മാറ്റിക്കൊണ്ട് തിരിച്ചു വരികയും ചെയ്തു.